ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ റാലികൾ ഇസ്രായേലിൽ ശക്തമാവുകയാണ്. ഇസ്രായേൽ ജനത മാസങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിൽ ചൊവ്വാഴ്ച രാത്രിയും ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയിരുന്നു. ടെല്ലവീവിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ഹമാസിൻ്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധുക്കൾ നെതന്യാഹുവിന് എതിരെയും നെതന്യാഹുവിൻ്റെ ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയമാണിതെന്ന് പ്രതിഷേധക്കാർ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ മക്കളെ ഉപേക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും അവരെ ഉടൻ തിരിച്ചു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള സമയമാണിത്. നെതന്യാഹു സർക്കാർ ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ രാജ്യം ഞങ്ങൾ കത്തിക്കും എന്നാണ് ഒരു ബന്ദിയുടെ മാതാവ് പറഞ്ഞത്. നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന ബാനറുകളുമായി നെതന്യാഹുവിൻ്റെ വസതിയിലേക്ക് 100-ലധികം മാർച്ചുകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. തിങ്കളാഴ്ച കെയ്റോയിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രയേൽ ആ വെടിനിർത്തൽ കരാർ തള്ളിക്കളഞ്ഞു. ഇതിന് പിന്നാലെ ഗാസയിലേക്ക് പുതിയ കരസേന സംഘത്തെ ഇന്നലെ ഇസ്രയേൽ അയക്കുകയും ചെയ്തു. റാഫയുടെ നിയന്ത്രണം ഇസ്രയേൽ പൂർണ്ണമായി ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. പലസ്തീൻ തടവുകാർക്ക് പകരമായി എല്ലാ ഇസ്രയേൽ തടവുകാരെയും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടത്. ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ 250 ഇസ്രയേൽ തടവുകാരിൽ 128 പേർ ഇപ്പോഴും മോചിതരായിട്ടില്ല. ഇവരിൽ 35 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പേര് ബന്ദികളായി ഹമാസിൻ്റെ കയ്യിലുള്ളപ്പോൾ റഫേൽ വീണ്ടും ആക്രമണം നടത്തുന്നത് ബന്ദികളുടെ ജീവന് ആപത്താണെന്നാണ് അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും പറയുന്നത്. തീർച്ചയായും പലസ്തീൻ ജനത റഫേൽ മരിച്ചു വീഴുമ്പോൾ ഹമാസ് സംഘം പ്രതികരിക്കും. ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച് ജയിക്കാനാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ ആയിരിക്കും അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഈ അവസരത്തിൽ റഫേൽ ആക്രമണം നടത്തിയിട്ട് ഒന്നും നേടാനില്ലെന്നും ബന്ദികളുടെ കുടുംബങ്ങൾ പറയുന്നു. സ്വന്തം പൗരന്മാരുടെ ജീവിതം വെച്ചാണ് നെതന്യാഹു കളിക്കുന്നതെന്നും ഗാസയിൽ ഇനിയും ആക്രമണം നടത്തുന്നത് നെതന്യാഹുവിൻ്റെ ചോരക്കൊതി കൊണ്ട് മാത്രമാണെന്നും ബന്ദികളുടെ കുടുംബങ്ങൾ പറഞ്ഞു. യുദ്ധത്തിൽ തീർത്തും തെറ്റായ രീതിയായിരുന്നു നെതന്യാഹു സ്വീകരിച്ചതെന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങളും പറയുന്നു.